ആദ്യം കാന്താരി മുളകും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ചതച്ച് അരച്ചെടുത്തതാണ്. അതും മഞ്ഞൾപ്പൊടിയും ഉപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ഈ മസാലക്കൂട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം കുക്കറിലിട്ടാണെങ്കിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ വേവിച്ചെടുത്തതാണ്. ഇന്ന് നമ്മളൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അടുപ്പിൽ നല്ല നാടൻ രീതിയിലാണ് ഈ കാന്താരി മുളകിട്ട ബീഫ് കറി റെഡിയാക്കുന്നത്. അതിന് നമ്മളൊരു മൺകലമാണ് എടുത്തിരിക്കുന്നത്. ആ ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടുന്നു. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുന്നു. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ മറ്റേ മഞ്ഞൾപ്പൊടിയും ഉപ്പും ബീഫ് വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ്, അരച്ചതല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ്. ആ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയും കൂടെയാണ്. അങ്ങനെ ചെയ്തിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. പുളിയുള്ളതാണെങ്കിൽ പകുതി മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മളെടുത്ത് വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നല്ല കളറിന് വേണ്ടി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവുണ്ട്. ആ ഒരു കറി, ബീഫ് കറിക്ക് ഒരു ജസ്റ്റ് കളറിന് വേണ്ടിയാണ് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. മൺചട്ടി വെക്കുന്ന ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബീഫ് കാന്താരി കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്, തിളയ്ക്കുന്നുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.